പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങളുടെ ഭാഗമായി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ ധാരണയായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മേഖലയിലെ രാഷ്ട്രീയ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയരുന്നു. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമാണെന്ന ഗുരുതരമായ ആരോപണവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ലെബനൻ പൂർണ്ണമായും ചുട്ടരിക്കണമെന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗ്വീറിന്റെ അത്യന്തം വിവാദപരമായ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാൻ മന്ത്രിയുടെ കടുത്ത പ്രതികരണം. ലെബനനിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷ നിലപാടുകാരനായ ഇതാമർ ബെൻ ഗ്വീർ ലെബനനെ തകർക്കണമെന്ന ഭീഷണി ഉയർത്തിയത്. എന്നാൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ രൂക്ഷമായ വിമർശനമാണ് അബ്ബാസ് അറാഗ്ചി അഴിച്ചുവിട്ടത്. ഇസ്രായേലിന് പ്രായോഗികമായി വേണ്ടത് ഒരു സ്ഥിരമായ യുദ്ധമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാദേശിക സമയം 4 മണി മുതൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതായാണ് വിവരം. അമേരിക്കയുടെയും ഖത്തറിന്റെയും ശക്തമായ നയതന്ത്ര ഇടപെടലുകളെ തുടർന്നാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത്. യുഎസുമായുള്ള സമാധാന കരാർ പ്രാബല്യത്തിലാകണമെങ്കിൽ ലെബനനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ആക്രമണം അവസാനിപ്പിക്കാൻ യുഎസും ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. എന്നാൽ ഈ സമാധാന നീക്കങ്ങൾക്കിടയിലും മേഖലയിൽ പുതിയ സുരക്ഷാ നിയന്ത്രണങ്ങളുമായി ഇറാൻ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാന്റെ ഹോർമൂസ് അതോറിറ്റി ഇപ്പോൾ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ 48 മണിക്കൂർ മുൻപ് യാത്രാ റൂട്ട് ഉൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ നൽകി മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്കിലെ മൈനുകളുടെ സാന്നിധ്യവും കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ഈ പുതിയ സുരക്ഷാ ക്രമീകരണം എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇസ്രായേൽ മന്ത്രിയുടെ ലെബനൻ ചുട്ടരിക്കണമെന്ന പ്രസ്താവനയാണ് ഇറാനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ഇറാന്റെ സൈനിക ശേഷിയെ പരിഹസിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. സമീപകാലത്തുണ്ടായ യുദ്ധങ്ങളെ തുടർന്ന് ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ഇറാൻ ഇനി അമേരിക്കയിൽ നിന്നും നയാ പൈസ പോലും സാമ്പത്തിക സഹായമായി ലഭിക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കടുത്ത യുദ്ധം ഇറാന്റെ സൈനിക ശേഷിയെ പാടെ തകർത്ത് തരിപ്പണമാക്കിയെന്നും നിലവിൽ അവർക്ക് സ്വന്തമായി വ്യോമസേനയോ നാവികസേനയോ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളോ റഡാറുകളോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. പ്രായോഗികമായി പറഞ്ഞാൽ അവർ ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാണെന്നാണ് ട്രംപിന്റെ പക്ഷം. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ തുടർച്ചയായി പങ്കുവച്ച കുറിപ്പുകളിലൂടെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് ട്രംപ് തന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ശക്തമായ നിലയിലാണെന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വാദങ്ങളെ ട്രംപ് കടുത്ത ഭാഷയിൽ പരിഹസിച്ചു. 4 മാസം മുൻപുള്ളതിനേക്കാൾ മികച്ച നിലയിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഇങ്ങനൊരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്നതെന്നും ജനങ്ങൾക്ക് ഇത്രയും വിവരക്കേട് ഉണ്ടാകാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. കൂടാതെ അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾക്ക് മുൻകൈ എടുത്തത് അമേരിക്കയല്ല, മറിച്ച് തകർന്ന് തരിപ്പണമായി ഇറാൻ ആവശ്യപ്പെട്ടിട്ടാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. നിലവിലെ കരാർ പ്രകാരമുള്ള 30 ദിവസത്തെ കാലാവധി അമേരിക്ക പൂർത്തിയാക്കുമെങ്കിലും ഇറാൻ യാതൊരുവിധ സാമ്പത്തിക ഇളവുകളും നൽകില്ലെന്നും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്.